പഹൽഗാമിൽ മരിച്ചവരിൽ ആദ്യം സ്ഥിരീകരിച്ചത് കർണാടക സ്വദേശിയായ വ്യവസായി മഞ്ജുനാഥിൻ്റേതാണ്. ഹിന്ദുവാണെന്ന് ഉറപ്പാക്കിയ ശേഷമായിരുന്നു വെടിയുതിർത്തതെന്ന് മഞ്ജുനാഥിൻ്റെ ഭാര്യ പല്ലവി പറഞ്ഞു. തന്നെയും കൊല്ലാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇത് മോദിയോട് പറയാൻ നിങ്ങൾ ജീവിച്ചിരിക്കണമെന്നായിരുന്നു ഭീകരരുടെ മറുപടി. താൻ ഉൾപ്പെടെയുള്ള മറ്റുള്ളവരെ രക്ഷിച്ചത് പ്രദേശവാസികളാണെന്നും പല്ലവി മാധ്യമങ്ങളോട് പറഞ്ഞു. ഭീകരാക്രമണം നടക്കുന്നതിന് മുൻപ് എടുത്ത ദമ്പതികളുടെ വീഡിയോ പുറത്തുവന്നു. अब हमारा कश्मीर टूर का दूसरा दिन है। कल हम बोट हाउस में ठहरे थे। बोट हाउस तो बहुत अच्छा था। अब हम शिकारा राइड कर रहे हैं। शिकारा राइड कर रहे हैं कश्मीर में। शिकारा राइड करवा रहे हैं मोहम्मद रफीक जी, और हमारा सब टूर ऑर्गेनाइज किया है काजल ठाकुर जी, इंडियन ट्रैवल स्टोर से। बहुत अच्छा लगा, बहुत अच्छा सर्विस, धन्यवाद, थैंक यू काजल मैम। मैं मंजुनाथ, शिवमोगा, कर्नाटक से। हम इंडियन ट्रैवल स्टोर्स में बुक करके कश्मीर प्रवास में आए हैं। अब हमारा कश्मीर टूर का दूसरा दिन है। कल हम बोट हाउस में ठहरे थे। बोट हाउस तो बहुत अच्छा था। अब हम शिकारा राइड कर रहे हैं। കൃഷ്ണനിലേക്ക് വീണ്ടും പോകുന്നു. ജിഷ്ണു, ഇതേ കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇതിപ്പോൾ നമ്മൾ കണ്ടത് ഈ കശ്മീരിൽ പഹൽഗാമൊക്കെ കണ്ട് മടങ്ങാൻ എത്തിയ ദമ്പതിമാർ എടുത്ത ദൃശ്യമാണ്. അതിനുശേഷമാണ് ഈ മഞ്ജുനാഥിനെ അവർ മതം ചോദിച്ച് ജാതി ചോദിച്ചൊക്കെ കൊല ചെയ്യുന്നത്. ഭർത്താവിനെ കൺമുന്നിലിട്ട് കൊന്നപ്പോൾ എന്നെ കൂടി കൊല്ലൂ എന്ന് ആ ഭാര്യ പറയുന്നു. പക്ഷേ നീ ജീവിച്ചിരിക്കണം, പോയി നിൻ്റെ മോദിയോട് ഇത് പറയണം എന്നാണ് ഭീകരർ ആക്രോശിച്ചത് എന്നാണ്. അതായത് എന്താണ് ഉന്നം വെച്ചത് എന്ന് വ്യക്തമാകുന്നുണ്ട് മഞ്ജുനാഥിൻ്റെ ഭാര്യയുടെ പ്രതികരണം. ഷാജി, തീർച്ചയായും രാജ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രശ്നം സൃഷ്ടിക്കുക വളരെ കൃത്യമായി രാജ്യത്തിനെതിരെയുള്ള വെല്ലുവിളി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം വളരെ കൃത്യമായി മുസ്ലിം ഭീകരവാദം തന്നെയാണ് ജമ്മു കാശ്മീരിൻ്റെ മണ്ണിലുണ്ടായത് എന്നുള്ളത് തന്നെയാണ് ഈ ഭീകരവാദത്തിന് ഇരയായവരുടെ അല്ലെങ്കിൽ ഈ കൊല്ലപ്പെട്ടവരുടെയും കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ ഭീകരവാദികൾ ആളുകളുടെ പേര് ചോദിച്ചുകൊണ്ട് ഹിന്ദുവാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നെഞ്ചിലേക്കും തലയിലേക്കും നിറയൊഴിച്ചിട്ടുള്ളത്. ഒപ്പം കൃഷ്ണരാജ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ മഞ്ജുനാഥിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ ഈ പ്രിയപ്പെട്ടവർ വെടിയേറ്റ് വീഴുമ്പോൾ തങ്ങളെയും കൊന്നോളൂ എന്ന് പറയുമ്പോൾ ഇത് ഈ കാര്യം മോദിയോട് പറയുന്നതിന് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിനോട് പോയി പറയാൻ വേണ്ടി നിങ്ങൾ ബാക്കി വെക്കുകയാണ് എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി രാജ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പെഹൽഗാമിൽ തീവ്ര ഇസ്ലാമിക ഭീകരവാദികൾ ഇത്തരത്തിലുള്ള അക്രമം അഴിച്ചുവിട്ടിട്ടുള്ളത്. അതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകും, മറുപടി ഉണ്ടാകും എന്നുള്ളത് രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ശ്രീനഗറിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗവും തുടർ നടപടികളുടെ വിശകലനവും പുരോഗമിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള കൂടാതെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിദ്ദയിൽ നിന്ന്, അദ്ദേഹം ഇപ്പോൾ വിദേശ സന്ദർശനത്തിനായതിനാൽ ജിദ്ദയിൽ നിന്ന് അമിത്ഷായെ ഫോണിൽ ബന്ധപ്പെടുകയും വിഷയത്തിൽ ശക്തമായ തുടർ നടപടികൾ ഉണ്ടാകണമെന്നും അതിവേഗത്തിൽ ജമ്മു കാശ്മീർ സന്ദർശിക്കണമെന്ന നിർദ്ദേശവും പ്രധാനമന്ത്രി നൽകിയിരുന്നു. അതുകൊണ്ട് ആദ്യം ഡൽഹിയിലെ വസതിയിൽ ഉന്നതതല യോഗം ചേരുന്നു. IB മേധാവി കൂടാതെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ഇവരുമായി യോഗം ചേർന്നതിന് ശേഷം നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷമാണ് ആഭ്യന്തരമന്ത്രി ശ്രീനഗറിലെത്തിയത്. അവിടെ നിലവിൽ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയുമായും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി അവലോകന യോഗം ചേരുകയാണ്. ഒപ്പം ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് പഹൽഗാമിലെ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ, ഡൽഹി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെയും ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണിപ്പോൾ പുറത്തു വരുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമായൊരു ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് ജമ്മു കാശ്മീരിൽ ഭീകരവാദത്തിൻ്റെ അവസാന വേര് മറക്കുന്ന നടപടികളിലേക്ക് കേന്ദ്ര സർക്കാരും സൈന്യവും എത്തുമ്പോഴും ഈ രാജ്യത്ത് വീണ്ടും അശാന്തി പടർത്തുന്നതിനുള്ള ശ്രമം, രാജ്യത്തിൻ്റെ ഭരണകൂടത്തെയും ജനങ്ങളെയും വെല്ലുവിളിച്ചു
വെച്ചുകൊണ്ടാണ് പഹൽഗാമിൽ ഇത്തരത്തിലൊരു വളരെ കരുതിക്കൂട്ടിയുള്ള ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള ഭീകരാക്രമണം നടന്നിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാം ഭീകരവാദികൾ സ്ഫോടനം നടത്തിക്കൊണ്ടും അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ സ്ഫോടനം നടത്തിക്കൊണ്ടും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ ഭീകരാക്രമണങ്ങൾ, അത് കാർ ബോംബാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സൂയിസൈഡ് ബോംബായിട്ടും അത്തരത്തിലുള്ള ശൈലിക്ക് അപ്പുറത്തേക്ക് മാറി നിന്നുകൊണ്ട് വളരെ കൃത്യമായി ആളുകളുടെ മതം ചോദിച്ചുകൊണ്ട് ഹിന്ദുവാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആളുകളെ മതത്തിൻ്റെ പേരിൽ വിഭജിച്ചു നിർത്തുക, ഒപ്പം സാധാരണക്കാർക്ക് നേരെ ഭീകരാക്രമണം നടത്തിക്കൊണ്ട് ജനങ്ങളെ ഭയപ്പെടുത്തുക, ജമ്മു കശ്മീരിൽ പ്രത്യേകിച്ച് കശ്മീർ താഴ്വരയിൽ വീണ്ടും ഭീകരവാദ റിക്രൂട്ട്മെൻറ്റ് ശക്തമാക്കുക തുടങ്ങി വളരെ കൃത്യമായ ലക്ഷ്യം ഭീകര സംഘടനകൾക്കുണ്ട്. ആ ലക്ഷ്യം തകർത്തെറിയുന്നതിന്, ഭീകരവാദത്തിൻ്റെ വേരുകൾ കശ്മീരിൻ്റെ മണ്ണിൽ നിന്നും പൂർണ്ണമായും പിഴുതെറിയുന്നതിനുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാരും രാജ്യത്തിൻ്റെ സൈന്യവും കടക്കും എന്നുള്ളതാണ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒപ്പം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ടും ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. അത്തരത്തിലുള്ള ചർച്ചകളും കൂടിയാലോചനകളുമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗത്തിൽ ചേരുന്നത്. കാരണം ഒന്ന്, ഈ പഹൽഗാം ഭീകരാക്രമണം നടത്തിയവരെ കണ്ടെത്തുകയും അവർക്ക് മറുപടി നൽകുക എന്നതിനപ്പുറത്തേക്ക് കശ്മീരിലാണെങ്കിലും രാജ്യത്തിൻ്റെ മറ്റു പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അടുത്തൊരു ഭീകരാക്രമണം നടക്കാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലൊരു അവസാനത്തെ പഴുതും അത് ഉണ്ടാകും എന്നുള്ളതല്ല, അത്തരത്തിലുള്ളൊരു അവസരം പോലും നൽകാതെ പഴുതടച്ചുള്ള പ്രതിരോധ സംവിധാനങ്ങൾ